നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള CMRL എക്സാലോജിക് മാസപ്പടി കേസ്, ആ മാസപ്പടി കേസിൻ്റെ അന്വേഷണം ED അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ വിജയനെ 2 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത് നമ്മൾ കണ്ടു. 3-ാം തവണയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. ഈ സമയത്ത് ED മറ്റ് ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ന് സുപ്രധാനമായ ഒരു ചോദ്യം ചെയ്യൽ ED ഓഫീസിൽ നടക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയെയാണ് ഇന്ന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ശരൺ എസ് കർത്തയെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. ഇത് 2-ാം തവണയാണ് ശരണിനെ ചോദ്യം ചെയ്യുന്നത്. ആദ്യ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 10 മണിക്കൂറോളം നീണ്ടു. കേസിൽ വീണ വിജയനെ പോലെ തന്നെ ശരൺ എസ് കർത്തയുടെ ചോദ്യം ചെയ്യലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം CMRLൻ്റെ ഡയറക്ടറാണ് ശരൺ. മാത്രമല്ല, കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശരൺ. ശശിധരൻ കർത്തയുടെ മകളായിട്ടുള്ള ഷിബി എസ് കർത്തയെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇരുവരും CMRLൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. പ്രധാനമായും വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശരണിനോട് ചോദിക്കുക. 2-ാം തവണയും ശരണിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SFIOയിൽ നിന്ന് ലഭിച്ച രേഖകളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ ഏജൻസിയായ SFIO വിശദമായ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകൾ EDക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവ് ഉണ്ടായത്. അതിനുശേഷം SFIO EDക്ക് രേഖകൾ നൽകാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ രേഖകൾ EDക്ക് വിട്ടുകിട്ടാനായി കുറച്ചധികം സാങ്കേതിക കാരണങ്ങളാൽ സമയമെടുത്തു. EDയുടെയും SFIOയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടന്നതിനു ശേഷമാണ് രേഖകൾ EDക്ക് ലഭിച്ചത്. രേഖകൾ EDക്ക് ലഭിച്ചതിന് ശേഷം അത് വിശദമായി പരിശോധിച്ചു. അതിന് തൊട്ട് പിറ്റേന്നാണ് വീണ വിജയനെ ED ചോദ്യം ചെയ്തത്. SFIOയിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം വീണ വിജയനും ശരൺ എസ് കർത്തയും നേരത്തെ നൽകിയ ചില വിവരങ്ങളിൽ പൊരുത്തക്കേട് EDക്ക് മനസ്സിലായി. ഈ പൊരുത്തക്കേടുകളും അതോടൊപ്പം തന്നെ പുതിയ ചില വിവരങ്ങളും ചോദിച്ചറിയാനാണ് വീണയെയും ശരൺ എസ് കർത്തയെയും വീണ്ടും വിളിപ്പിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ ശരൺ എസ് കർത്തയെ ആദ്യം വിളിപ്പിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുകയായിരുന്നു. കാരണം ശരൺ എന്തു പറയുന്നു എന്നുള്ളത് വീണയ്ക്ക് നിർണായകമാണ്. എക്സാലോജിക്കുമായി എന്ത് തരം കരാറാണ് CMRLന് ഉണ്ടായത്? ആ കരാറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സാലോജിക്ക് CMRLന് സേവനമായി നൽകിയിട്ടുണ്ടോ? എന്താണ് ഈ കരാറിൻ്റെ അടിസ്ഥാനം? കരാർ അനുസരിച്ച് ആർക്കൊക്കെ എത്രയൊക്കെ നൽകി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ശരൺ എസ് കർത്ത നേരിടേണ്ടി വരും. നേരത്തെ ഈ കരാറിനെ കുറിച്ച് വീണ വിജയനോടും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരുന്നു. എന്തായാലും 3-ാം തവണയും വീണ വിജയനെ വിളിപ്പിക്കേണ്ടി വരും. അതിനു തൊട്ട് മുമ്പ് ശരൺ എസ് കർത്ത ഈ കരാറിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് EDക്ക് കേൾക്കേണ്ടതുണ്ട്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായ ശരൺ പറയുന്ന കാര്യങ്ങൾ കൂടി വെച്ച് വിലയിരുത്തിയായിരിക്കും ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യണമോ വേണ്ടയോ എന്നുകൂടി ED തീരുമാനിക്കുക. ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വീണയോട്, 3-ാം വട്ടം ഹാജരാകുന്ന വീണയോട് ചോദിക്കാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ശരൺ പറയുന്ന കാര്യങ്ങൾ വീണയ്ക്ക് നിർണായകമാകുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കിയാൽ ശരണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വീണ വിജയനെ 3-ാം തവണ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ ED ഉപയോഗിക്കുക. SFIO രേഖകൾ, അതോടൊപ്പം തന്നെ മറ്റു ചില വിവരങ്ങൾ, വീണയിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ഒരിക്കൽ കൂടി വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക. 3-ാം തവണ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത നിയമവിദഗ്ധർ തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇന്ന് ഈ കേസിൽ നിർണായകമായ ഒരു ദിവസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. EDക്കും വീണ വിജയനും ഇത് നിർണായകമാണ്. കാരണം ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാക്കിയിരിക്കുന്നത് സാക്ഷാൽ ശരൺ എസ് കർത്തയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ കമ്പനിയുടെ എല്ലാമാണ്. അന്ന് എക്സാലോജിക്കുമായി കരാർ ഒപ്പിട്ടപ്പോഴും പിന്നീട് ഈ 2016 മുതലുള്ള പിണറായി വിജയൻ സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലും ശരൺ എസ് കർത്ത മുഖ്യ കണ്ണിയാണ്. അതുകൊണ്ട് തന്നെ 2016 അധികാരത്തിൽ വന്ന 1-ാം പിണറായി വിജയൻ സർക്കാരും CMRLും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി ED പരിശോധിക്കുകയാണ്. ഈ പരിശോധനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ശരണിന് മുന്നിൽ ചോദ്യങ്ങളായി വരും എന്ന് ഉറപ്പാണ്.
2024 ഈ മാസപ്പടി കേസിൽ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം സംശയിക്കപ്പെട്ടതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഈ കേസിൽ EDക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന നിയമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് CMRLും മറ്റു ചില കക്ഷികളും കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ ഈ വാദങ്ങൾ നീണ്ടുപോയതുകൊണ്ട് തന്നെ 2 വർഷം EDക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2026 EDക്ക് ഇത്തരത്തിൽ ഒരു ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന പച്ചക്കൊടി. അത് പിന്നീട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെയാണ് ED വലിയ വേഗതയിൽ അന്വേഷണം ആരംഭിച്ചത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 12 ഇടങ്ങളിൽ പരിശോധന റെയ്ഡ് നടത്തുന്നു. അതിൽ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയും കണ്ണൂരിലെ വസതിയും പിണറായി വിജയൻ്റെ മരുമകനും വീണ വിജയൻ്റെ ഭർത്താവുമായ MLA മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീടും എല്ലാം ഉൾപ്പെടുന്നു. അതിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡിന് ശേഷം മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ കേസ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല, ആ റെയ്ഡിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. നിർണായകമായ ഈ വിവരങ്ങൾ, അതായത് രേഖകൾക്കൊപ്പം വീണ വിജയൻ്റെ ഫോണിൽ നിന്നും മറ്റ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, ഇതെല്ലാം EDയുടെ പക്കലുണ്ട്. എന്നാൽ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ EDക്ക് ലഭിക്കേണ്ടതായിരുന്നു. ആ രേഖകൾ ലഭിച്ചതോടുകൂടിയാണ് EDക്ക് ഈ കേസിൽ നിർണായകമായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അസാധാരണമായ വേഗതയിലാണ് അന്വേഷണം ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മാസം 12 ചോദ്യം ചെയ്യലിനായി വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആദ്യം വിളിപ്പിക്കുന്നത്. 2 ആഴ്ചത്തെ സമയം വേണമെന്നും ആരോഗ്യപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ വിജയൻ EDക്ക് അന്ന് തന്നെ അപേക്ഷ സമർപ്പിച്ചു. പക്ഷേ ആ അപേക്ഷ അംഗീകരിക്കപ്പെട്ടില്ല. എന്തായാലും അടുത്ത ബുധനാഴ്ച തന്നെ ഹാജരാകണമെന്ന് ED ആവശ്യപ്പെടുകയായിരുന്നു. ചോദ്യം ചെയ്യലും മറ്റ് വിശദമായ പ്രവർത്തനങ്ങളുമൊന്നും നിർത്തിവെക്കേണ്ട കാര്യമില്ല, നീട്ടിവെക്കേണ്ട കാര്യമില്ല എന്നാണ് EDയുടെ കേന്ദ്ര നേതൃത്വം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശമനുസരിച്ചാണ് അതിവേഗതയിൽ കാര്യങ്ങളുമായി ED ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അപ്പുറത്ത് EDയെ ആക്രമിച്ച കേസിലും നിർണായകമായ ചില നീക്കങ്ങൾ ED നടത്തുന്നുണ്ട്. വീണ വിജയനെ മാത്രമല്ല, CMRLുമായി ബന്ധപ്പെട്ട 9 പേരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിലേറെയും ഉദ്യോഗസ്ഥരാണ്. ഇതിൽ 4 പേരുടെ ചോദ്യം ചെയ്യൽ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും 5 പേരുടെ ചോദ്യം ചെയ്യൽ ബാക്കിയാണ്. അതിനിടയിലാണ് ശരൺ S കർത്തയെ 2ാം തവണയും വിളിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ്. ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള വീണ വിജയൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഈ സാഹചര്യത്തിൽ വൻ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ ഒരു കാരണവശാലും പഴുതുകൾ ഇട്ടുകൂടാ എന്ന് EDക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ മേധാവി അടക്കം എത്തി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം നടത്തിയിരുന്നു. ആ അവലോകന യോഗത്തിലാണ് കേസുമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനം ഇപ്പോൾ ED എടുത്തിരിക്കുന്നത്. കോടതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇന്നിപ്പോൾ EDയുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അതിവേഗം കേസിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എത്രയാണ് എന്ന് കണ്ടെത്തി പ്രതികളിൽ നിന്നും ആ സ്വത്തുവകകൾ ഈടാക്കാനുള്ള ശ്രമവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. സ്വത്തുവകകൾ ഈടാക്കി ആവശ്യമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഈ കേസ് വിചാരണയ്ക്കായി സമർപ്പിച്ചു കഴിഞ്ഞാൽ EDയുടെ പണി തീർന്നു. ആ ഘട്ടത്തിലേക്ക് എത്രയും വേഗം എത്തിക്കാനാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും.